സിക്കഡലിഡേ എന്ന പ്രാണികുടുംബത്തിൽ ഉൾപ്പെടുന്ന വ്യത്യസ്ത ജനുസുകളിലും ഇനങ്ങളിലുമുള്ള ലീഫ് ഹോപ്പറുകളെ പൊതുവെ ഷാർപ്പ് ഷൂട്ടർ എന്ന് വിളിക്കുന്നു. പുൽച്ചാടികളെപ്പോലെ ഇവരും ചാടി സഞ്ചരിക്കുന്നു. ചെടികളുടെ നീര് കുടിച്ചാണ് ഇവ ജീവിക്കുന്നത്. പക്ഷേ ചെടികളുടെ നീരിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലും പോഷകങ്ങൾ താരതമ്യേന കുറവുമാണ്. അതുകൊണ്ട് തന്നെ പോഷകങ്ങൾ കിട്ടാനായി ഇവർ വലിയ അളവിൽ സസ്യത്തിൻ്റെ നീര് കുടിക്കണം. ഒരു ദിവസം സ്വന്തം ശരീരഭാരത്തിൻ്റെ 300 മടങ്ങിലേറെ സസ്യനീര് ഇവയ്ക്ക് കുടിക്കാനാകും. ഇങ്ങനെ സസ്യനീര് കൂടുതലായി കുടിക്കുന്നതിനാൽ ശരീരത്തിലേക്ക് ആവശ്യമുള്ളതിനേക്കാൾ വളരെ കൂടിയ അളവിൽ ജലമെത്തും. ശരീരത്തിന് ആവശ്യമില്ലാത്ത വെള്ളം വളരെ പെട്ടെന്ന് പുറന്തള്ളണം, അല്ലെങ്കിൽ ഈ പ്രാണികൾ ചത്തുപോകും. പ്രധാന വിസർജനാവയവമായ മാൽപീഗിയൻ ട്യൂബിൾസ് ശരീരത്തിലുള്ള അധിക ജലവും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ലീഫ് ഹോപ്പറിൻ്റെ ശരീരത്തിൻ്റെ പിൻഭാഗത്ത് ഏനൽ സ്റ്റൈലസ് അല്ലെങ്കിൽ ബഡ് ഫ്ലിക്കർ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്. ഇത് ജലവും മറ്റ് മാലിന്യങ്ങളും അടങ്ങിയ ദ്രാവക രൂപത്തിലുള്ള വിസർജ്യത്തെ ഗോളാകൃതിയിലുള്ള ചെറിയ തുള്ളികളാക്കി പുറത്തേക്ക് തള്ളുന്നു. ഇങ്ങനെ തുള്ളികളായി മൂത്രം പറത്തിവിടുന്നതിനാൽ അത് ലീഫ് ഹോപ്പറിൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിക്കില്ല. വളരെ കുറഞ്ഞ ഊർജം ഉപയോഗിച്ച് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ വളരെ എളുപ്പത്തിൽ പുറന്തള്ളാനും ഇതിലൂടെ കഴിയും. സർഫസ് ടെൻഷൻ അഥവാ ഉപരിതല പിരിമുറുക്കത്തിൻ്റെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ ബഡ് ഫ്ലിക്കർ തള്ളിവിടുന്ന വേഗതയേക്കാൾ വളരെ ഉയർന്ന വേഗത്തിലാണ് ഓരോ മൂത്രത്തുള്ളിയും പുറത്തേക്ക് പോകുന്നത്. ഇതിനെ ഡ്രോപ്ലെറ്റ് സൂപ്പർ പ്രൊപ്പൽഷൻ എന്ന് വിളിക്കുന്നു. ശരിക്കും ഇതൊരു തരം ഭൗതിക പ്രതിഭാസമാണ്.